വെൽക്കം ടു കാൽക്കുലസ് ലേണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ റിയൽ അനാലിസിസിൻ്റെ എക്സാമിൻ്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വീഡിയോയിൽ കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു അബ്സ്ട്രാക്ട് ഓൾജിബ്രയും ഒക്കെ നമ്മൾ ചെയ്യണമെന്നുള്ളത്. സോ ഈ ഒരു വീഡിയോയിൽ നമ്മൾ അബ്സ്ട്രാക്ട് ഓൾജിബ്രയിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ മുന്നേ പറഞ്ഞിട്ടുള്ളതുപോലെ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ള സാധാരണ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിവിടെ പറയുന്നത്. അപ്പോൾ സിലബസ് ഒക്കെ മാറിയിട്ടുള്ളത് കൊണ്ട് നോട്ട് മച്ച് ഷുവർ, ഓക്കെ, ഉറപ്പിച്ച് ഇത് തന്നെ ചോദിക്കും അല്ലെങ്കിൽ ഇത് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി എന്നൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ ചിലപ്പോൾ ഇതൊന്നും ചോദിക്കാതിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ ഇതായിരിക്കും കൂടുതൽ ചോദിക്കുന്നത്. എനിവേ എനിക്ക് തോന്നിയ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓൾസോ നമ്മൾ ക്ലാസ്സിനെ പറ്റിയിട്ട് കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാ വിഷയത്തിനെയും ക്ലാസ്സസ് അവൈലബിൾ ആണ്. 1500 രൂപയ്ക്ക് നിങ്ങൾക്കൊരു പേപ്പറിൻ്റെ ഫുൾ ക്ലാസ് അവൈലബിൾ ആയിരിക്കും. വെറും 10 മണിക്കൂർ കൊണ്ട് നിങ്ങളുടെ കംപ്ലീറ്റ് സിലബസ് പഠിപ്പിച്ച് നിർക്കും. അപ്പോൾ ഈ 10 മണിക്കൂറത്തെ ക്ലാസ് കൊണ്ട് നിങ്ങൾക്ക് ഫുൾ മാർക്കിനുള്ള കംപ്ലീറ്റ് സിലബസ് ക്ലാസ് മനസ്സിലാക്കി തീർക്കാൻ പറ്റും. പിന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഇനി അതെല്ലാം നിങ്ങൾക്ക് ക്ലാസ് വേണ്ട, നിങ്ങൾക്ക് നോട്ട്സ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നോട്ട്സും അവൈലബിൾ ആയിരിക്കും. നോട്ട്സിൻ്റെ ഫീസ് വരുന്നത് 500 രൂപയാണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സോ നോട്ട്സോ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും ഫസ്റ്റ് മൊഡ്യൂളിലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. അധികം ലാഗ് ആക്കുന്നില്ല, പെട്ടെന്ന് പറഞ്ഞു പോകാൻ കേട്ടോ. ഒരു എക്സാമ്പിൾ, ഒരു സെറ്റും ഒരു ഫംഗ്ഷൻ തന്നിട്ട് ഗ്രൂപ്പ് ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അല്ലെങ്കിൽ അസോസിയേറ്റീവ് ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാൻ വേണ്ടി 2 മാർക്കിന് ചോദിക്കും. ഗ്രൂപ്പ് ആണോ എന്നും ചോദിക്കാറുണ്ട്. ഓക്കെ, ഒരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണത്. എക്സാമ്പിൾസ് ഒരുപാട് ക്വസ്റ്റ്യൻ ചോദിക്കും കേട്ടോ. എക്സാമ്പിൾസ് ഒക്കെ പഠിച്ചോളണേ. ഇനി എലമെൻ്ററി പ്രോപ്പർട്ടീസ് ഓഫ് എ ഗ്രൂപ്പ്, ഇത് ഉറപ്പായിട്ട് ചോദിക്കും. എലമെൻ്ററി പ്രോപ്പർട്ടീസ് ഓഫ് ഗ്രൂപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെയല്ല, ഇത് 95% ഉറപ്പാണ്. എലമെൻ്ററി പ്രോപ്പർട്ടീസ് ഏതെങ്കിലും ഒരു തിയറം ഐഡൻറ്റിറ്റി യുണീക്ക് ആണെന്നോ, ഇൻവേഴ്സ് യുണീക്ക് ആണെന്നോ, അല്ലെങ്കിൽ എ ബി ദ ഹോൾ ഇൻവേഴ്സ് ഈസ് ഈക്വൽ ടു ബി ഇൻവേഴ്സ് എ ഇൻവേഴ്സ് ആണെന്നോ, അങ്ങനെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എലമെൻ്ററി പ്രോപ്പർട്ടീസ് ഓഫ് എ ഗ്രൂപ്പിൽ നിന്ന് ക്യാൻസലേഷൻ ലോയോ അങ്ങനെ എന്തെങ്കിലും ചോദിച്ചിരിക്കും. നെക്സ്റ്റ് ഗ്രൂപ്പ് ടേബിൾ വരയ്ക്കുക. ഗ്രൂപ്പ് ടേബിൾ വരയ്ക്കാൻ ചോദിക്കാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നെക്സ്റ്റ് സബ് ഗ്രൂപ്പ് ടെസ്റ്റ്. സബ് ഗ്രൂപ്പ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എക്സാമ്പിൾസ് ആണ് കേട്ടോ. ഒരു സെറ്റ് തന്നിട്ട് ഒരു ഗ്രൂപ്പും ആ ഗ്രൂപ്പിനകത്തുള്ള സബ്സെറ്റ് തന്നിട്ട് സബ് ഗ്രൂപ്പ് ആണോ അല്ലയോ എന്ന് വെരിഫൈ ചെയ്യാൻ പറയാം. അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ടെസ്റ്റിൻ്റെ ഒരു തിയറം ഉണ്ട്, ആ തിയറം പ്രൂവ് ചെയ്യാനും ചോദിക്കാം. ഓക്കെ, നെക്സ്റ്റ് തിയറംസ് ഓഫ് സൈക്ലിക് ഗ്രൂപ്പ്. അതിലൊരു 2-3 തിയറം ഉണ്ട്. ഇമ്പോർട്ടൻ്റ് ആയതുകൊണ്ട് അതിൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനിലാണ് ഞാനിത് മൊത്തം എഴുതിയത്. അതായത് സൈക്ലിക് ഗ്രൂപ്പ് അബീലിയൻ ആണ്. സബ് ഗ്രൂപ്പ് ഓഫ് എ സൈക്ലിക് ഗ്രൂപ്പ് ഇറ്റ്സെൽഫ് ഈസ് എ സൈക്ലിക് ഗ്രൂപ്പ്. അല്ലെങ്കിൽ പിന്നെ സൈക്ലിക് ഗ്രൂപ്പിൻ്റെ ഓർഡറൊക്കെ വെച്ചുകൊണ്ട് വേറൊരു തിയറം ഉണ്ട്. അപ്പോൾ ഇതിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സൈക്ലിക് ഗ്രൂപ്പിലെ തിയറംസ് ഒന്ന് പഠിച്ച് വെച്ചേക്കുക. സബ് ഗ്രൂപ്പ് ഡയഗ്രാം, ഈ ഗ്രൂപ്പ് ടേബിൾ അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഡയഗ്രാം ചോദിക്കാൻ കൊള്ളാവുന്നതാണ്. ഈ എലിമെൻ്ററി പ്രോപ്പർട്ടീസ് പോലെ ഉറപ്പല്ല, പക്ഷേ അത് ചോദിക്കാൻ കൊള്ളാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഒന്നുകിൽ ഗ്രൂപ്പ് ടേബിൾ ചോദിക്കാം, അല്ലെങ്കിൽ സബ് ഗ്രൂപ്പ് ഡയഗ്രാം ചോദിക്കാം. പഠിച്ചിട്ട് തന്നെ പോവാം. നെക്സ്റ്റ് മൊഡ്യൂൾ 2 പറ്റി പറയുമ്പോൾ ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ് പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലിക്കേഷൻ. ഓക്കെ, ഒരു 90% ഉറപ്പായിട്ടും ചോദിക്കാൻ കൊള്ളാവുന്ന ക്വസ്റ്റ്യൻ ആണ്. 2 പെർമ്യൂട്ടേഷൻ വന്നിട്ട് അത് പെർമ്യൂട്ടേഷൻ മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാൻ പറയും. പിന്നെ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പ് ആണെന്ന് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ ചോദിക്കാം. അല്ലെങ്കിൽ കെയ്ലി തിയറം ചോദിക്കാം. കെയ്ലി തിയറം ആൻഡ് ലെഗ്രാഞ്ചെ തിയറം, ഇതിലൊരെണ്ണം 90% ചോദിക്കാൻ ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിൽ പ്രത്യേകം നിങ്ങൾ ഓർക്കേണ്ട കാര്യം പേരുള്ള തിയറമാണ്. സോ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് കെയ്ലി തിയറം എന്നോ സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ലെഗ്രാഞ്ചെ തിയറം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റണം. നൗ എവരി പെർമ്യൂട്ടേഷൻ ഈസ് എ പ്രോഡക്റ്റ് ഓഫ് ഡിസ്ജോയിൻറ്റ് സൈക്കിൾസ് എന്ന് പറയുന്ന ഒരു തിയറം ഉണ്ട്. അതും നിങ്ങളുടെ എക്സാമിന് ചോദിക്കാൻ പറ്റുന്ന തിയറമാണ്. പിന്നെ ഡയറക്റ്റ് പ്രോഡക്റ്റിനെ പറ്റി പഠിക്കുമ്പോൾ ഡയറക്റ്റ് പ്രോഡക്റ്റ് ഒരു ഗ്രൂപ്പ് ആണെന്നുള്ള തിയറമോ അല്ലെങ്കിൽ ഡയറക്റ്റ് പ്രോഡക്റ്റിൻ്റെ എക്സാമ്പിൾസോ ഒക്കെ വേണമെങ്കിൽ ചോദിക്കാം. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് കംപ്ലീറ്റ് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് എല്ലാ ഡെഫിനിഷൻസും പഠിച്ചാൽ മാത്രമേ കിട്ടത്തുള്ളൂ കേട്ടോ. നെക്സ്റ്റ് മൊഡ്യൂൾ 3 ഹോമോമോർഫിസം നമ്മൾ പഠിക്കുമ്പോൾ ഒരു ഫംഗ്ഷൻ, ഒരു മാപ്പിംഗ്, ഒരു ഗ്രൂപ്പിൽ നിന്ന് മറ്റൊരു ഗ്രൂപ്പിലേക്ക് ഒരു മാപ്പിംഗ് തന്നിട്ട് അത് ഹോമോമോർഫിസം ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. അത് ഐസോമോർഫിസം ആണോ അല്ലയോ എന്നും ചെക്ക് ചെയ്യാൻ ചോദിക്കാറുണ്ട്. സോ നിങ്ങൾക്ക് ഒന്നുകിൽ ഐസോമോർഫിസം ആകാം അല്ലെങ്കിൽ ഹോമോമോർഫിസം ആകാം. അത് നിങ്ങൾ രണ്ടും നോക്കുക. ഇനി പ്രോപ്പർട്ടീസ് ഓഫ് ഹോമോമോർഫിസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രോപ്പർട്ടീസ് ഓഫ് ഹോമോമോർഫിസത്തിൽ നിന്ന് ഏതെങ്കിലും 1-2 പ്രോപ്പർട്ടീസ് എക്സാമിന് ചോദിക്കാം. ഫാക്ടർ ഗ്രൂപ്പ് എന്താണെന്ന്, അല്ലെങ്കിൽ ഫാക്ടർ ഗ്രൂപ്പ് ഒരു ഗ്രൂപ്പാണെന്ന്, അതിനകത്തെ മൾട്ടിപ്ലിക്കേഷൻ വെൽ ഡിഫൈൻഡ് ആണെന്ന്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാം. അപ്പോൾ ഫാക്ടർ ഗ്രൂപ്പ് കാര്യമായിട്ട് പഠിക്കുക. നെക്സ്റ്റ് ഫണ്ടമെൻ്റൽ ഹോമോമോർഫിസം തിയറം, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഫണ്ടമെൻ്റൽ ഹോമോമോർഫിസം തിയറം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്കത് എഴുതണം. പിന്നെ അതിനകത്ത് കുറേ എക്സാമ്പിൾസ് ചോദിക്കാം കേട്ടോ. ഇത് ഹോമോമോർഫിസം ആണോ അല്ലയോ, ഐസോമോർഫിസം ആണോ അല്ലയോ, അല്ലെങ്കിൽ ഇതിനോട് ഐസോമോർഫിക് ആയിട്ട് വേറൊരു ഗ്രൂപ്പ് എഴുതുക, ഇങ്ങനെയൊക്കെ ചോദിക്കാം. പിന്നെ ഞാൻ ജസ്റ്റ് 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ലെങ്കിലും എൻ്റെ ഒരു ഇൻറ്റ്യൂഷനാണ് സിമ്പിൾ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാം. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ
ആ ഒരു ചാപ്റ്ററിൽ നിന്ന് മൊത്തത്തിൽ സിലബസിൽ ടെക്സ്റ്റിലുള്ള ആ ഒരു ചാപ്റ്ററിൽ നിന്ന് ബാക്കി എല്ലാം ഒഴിവാക്കിയിട്ട് സിമ്പിൾ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ മാത്രം പഠിക്കാനാണ് സിലബസിൽ കൊടുത്തേക്കുന്നത്. അപ്പോൾ എക്സാം ഇടുന്ന ഒരാൾക്ക് ആദ്യമായിട്ടാണ് ഈ സിലബസിൽ എക്സാം നടത്തുന്നത്. അപ്പോൾ വേണമെങ്കിൽ സിലബസ് മുഴുവനായിട്ടും വായിച്ചിട്ടാണ് അയാൾ എക്സാം ഇടുന്നത്, ക്വസ്റ്റ്യൻ ഇടുന്നതെന്നുണ്ടെങ്കിൽ സിമ്പിൾ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ മാത്രം പഠിച്ചല്ലേ 1 മാർക്കിന് സിമ്പിൾ ഗ്രൂപ്പിൻ്റെ ഡെഫിനിഷൻ ചോദിക്കാം എന്ന് തോന്നേണ്ടതാണ്. ആ ഒരു ഇൻറ്റ്യൂഷനിൽ ഞാൻ വെറുതെ ഇട്ടതേ ഉള്ളൂ. അത് മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണെന്നോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡെഫിനിഷനേക്കാൾ ഇമ്പോർട്ടൻ്റ് ആണെന്നോ ഒന്നുമല്ല, എൻ്റെ വെറുതെ ഒരു ഗസ്സാണ്. ചോദിക്കാതിരിക്കാം. വെറുതെ നിങ്ങൾ സിമ്പിൾ ഗ്രൂപ്പ് ഡെഫിനിഷൻ അവസാനത്തേക്ക് വിടണ്ട, അത് പഠിച്ചിട്ട് പോവാം. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുമെന്ന് എനിക്ക് തോന്നുന്നത്. അതിൽ ഞാൻ കാര്യമായിട്ട് വിട്ടിട്ടുള്ളൊരു ഒരു ഏരിയ എന്ന് പറയുന്നത് എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ആണ്. എക്സാമ്പിൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചോദിക്കും. അബ്സ്ട്രാക്റ്റ് ഓൾജിബ്ര എന്ന് പറയുന്നത് പകുതി തിയറിയും പകുതി ആപ്ലിക്കേഷൻ ലെവലിലുള്ള പ്രോബ്ലംസ് ആണ് നിങ്ങൾക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ തിയറോ ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് എക്സാമ്പിൾസ് കാണുമ്പോൾ ഇത് ചോദിക്കത്തില്ല വിടാമെന്ന് പറഞ്ഞ് കളയരുത്. അതൊക്കെ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ആ എക്സാമ്പിൾസ് കൂടി നിങ്ങൾ പഠിച്ചു പോവുക. പിന്നെ ക്ലാസ് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ട് ചോദിക്കുക. ഒരു ദിവസം കൊണ്ട് ക്ലാസ് കണ്ട് പഠിച്ച് തീർക്കാവുന്ന അത്രയും സിമ്പിളായിട്ടാണ് ക്ലാസ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നോട്ട്സ് ആവശ്യമുണ്ടെങ്കിൽ നോട്ട്സ് വേണമെങ്കിലും ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളുണ്ടെങ്കിലും മെസ്സേജ് അയക്കാം. ഓക്കെ, അപ്പോൾ മാക്സിമം ഈ വീഡിയോ ഫ്രണ്ട്സിനൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇതേപോലത്തെ വീഡിയോസിന് വേണ്ടിയിട്ട് കാത്തിരിക്കാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ് കാൽക്കുലസ് ലേണിംഗ്.